ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വീക്ക് ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണം വീക്ക് ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഓണം ലുക്സ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. കാരണം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പണി നടക്കുകയായതുകൊണ്ട് ഇതുവരെ തീർന്നിട്ടില്ല. അതുകൊണ്ട് ഈ വർഷത്തേക്ക് നമുക്ക് പോട്ടെ, അടുത്ത വർഷം കൊണ്ട് നമുക്ക് ഓണം ലുക്സൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ ഉത്രാടമാണ്. ഇന്ന് നല്ല പണിയുള്ള ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഓണം ഡേയ്സൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ഓണം ഡേയ്സ് ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ഉത്രാടമാണ്. ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഇപ്പോഴാണ് ഫുഡ് കഴിച്ചത്. 10:30 ഇപ്പോഴാണ് ഞാൻ ഫുഡ് കഴിച്ചത്. ഇനിയും നിന്ന് തിരിയാൻ സമയമില്ലാത്ത പോലെ ഇന്ന് പണിയുണ്ട്. അപ്പോൾ ഇങ്ങനെ നാളത്തേതും മറ്റന്നാളത്തേതും ഒക്കെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ നമുക്ക് വ്ളോഗ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. എന്തെങ്കിലും കാര്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യത്തുള്ളൂ. കാരണം വെറുതെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു. ഇത് കണ്ടാൽ നിങ്ങൾക്കും ബോറടിക്കും, എടുക്കുമ്പോൾ എനിക്കും ബോറടിക്കും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് വ്ളോഗ് ചെയ്യാം. പിന്നെ പണി നടക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. കാരണം അത്ര പരിതാപകരമാണ് ഇവിടുത്തെ അവസ്ഥ. ഫുൾ അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ പിന്നൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിക്കുക. ഇത് ഇത് വീഡിയോ അപ്ലോഡ് ആകുമ്പോഴേക്കും ഓണം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇരിക്കട്ടെ, എൻ്റെ വക ഹാപ്പി ഓണം. എന്നെയും എൻ്റെ വീട്ടിലെ എല്ലാവരുടെയും വക എല്ലാവർക്കും ഹാപ്പി ഓണം. പിന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേഗം കിച്ചണിൽ പോകാം. കിച്ചണിൽ പോയിട്ട് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറി അമ്മ ചോറ് വെച്ചിട്ടുണ്ട്. കറി ഉണ്ടാക്കേണ്ട ഡ്യൂട്ടി എൻ്റെതാണ്. അപ്പോൾ നമുക്ക് വേഗം കിച്ചണിലേക്ക് പോവാം. അപ്പം നമുക്കിപ്പോൾ ചിക്കൻ കറി വെക്കാം. ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കി പഠിച്ച കറിയാട്ടോ. അതിനകത്തിപ്പോൾ ഞാൻ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാം. ചിക്കൻ കറിയും ചോറും ഉത്രാടത്തിൻ്റെ അന്ന്. എന്നാലും നമുക്ക് കറി വെച്ചിട്ട് കാണാം കേട്ടോ. ചിക്കൻ കറി നമ്മുടെ ചിക്കൻ കറി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ നോക്കിയാണ് ഞാൻ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാം. അപ്പോൾ ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. ഉത്രാടത്തിനന്ന് വൈകിട്ട് നമ്മൾ ഇപ്പോൾ പൂക്കളം ഇടാനുള്ള പൂ വാങ്ങാൻ പോവാണ്. നമ്മുടെ വീട്ടിൽ നല്ല പണിയായതുകൊണ്ട് ചെടിയിലൊന്നും അധികം പൂവില്ല. അപ്പം നമുക്ക് പുറത്തുനിന്ന് വാങ്ങണം. അപ്പം അത് വാങ്ങാൻ പോവാണ്. അത്രയ്ക്ക് തിരക്കൊന്നും ഇല്ലെങ്കിലും തിരക്കുണ്ട്. അപ്പം എന്തായാലും നമുക്ക് പൂ വാങ്ങിയിട്ട് വരാം. നമുക്ക് പൂ കിട്ടി. ഈ 2 കളർ പൂവിന് 200 രൂപ. അയ്യോ, ഇതാണ് നമ്മുടെ പൂക്കളത്തിൻ്റെ ഡിസൈൻ കേട്ടോ. അപ്പം നമുക്ക് ഈ തിരുവോണത്തിനന്ന് കാണാം. ബൈ. ഇതാണ് അപ്പം നമ്മുടെ പൂക്കളം. ഇത് നിങ്ങൾ വിചാരിക്കും ഞാനാണ് ഇട്ടതെന്ന്. അല്ല,
ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഞാൻ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ബാക്കിയൊക്കെ അവളാണ് ചെയ്തത്. പിന്നെ ഈ റൂമിൽ എക്കോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റെനോവേഷൻ ചെയ്ത റൂം. ഇവിടെ നേരത്തെ ടൈൽ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ പൂക്കളം. നമ്മൾ റൂമിനുള്ളിലാണ് പൂക്കളം ഇട്ടത്. പിന്നെന്താ, പിന്നെ 2 റൂമുണ്ട് കേട്ടോ. ഇതും പിന്നെ ദേ അവിടെ ഒരു റൂമും കൂടി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ റെനോവേഷൻ ചെയ്തത്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഹാപ്പി ഓണം എഴുന്നേറ്റു. ഞാൻ എഴുന്നേക്കാൻ ലേറ്റായി. ഞാൻ വന്നപ്പോഴത്തേക്ക് അവൾ ഏകദേശം ഇട്ട് കഴിഞ്ഞു. പിന്നെ നമ്മളിന്ന് റൂമിലാട്ടോ ഇട്ടത്. എക്കോ അടിക്കുന്നുണ്ടല്ലോ, ഒരു മിനിറ്റ്. ഹലോ. അപ്പോൾ നമ്മൾ അവിടെ അത്തപ്പൂ ഇടാൻ കാരണം പുതിയ പണിതതായൊരു റൂമല്ലേ. അപ്പോൾ ഐശ്വര്യമായിട്ട് ഇന്ന് വിളക്കൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണ് അവിടെ പൂക്കളം ഇടാമെന്ന് വെച്ചത്. അപ്പോൾ കുളിയും തേവാരമൊക്കെ കഴിഞ്ഞു. ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് അച്ഛൻ്റെ തറവാട്ടിലാണ് ഇപ്പോൾ നമ്മൾ തിരുവോണം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടല്ല, ഉച്ച ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ പോവും. അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആയിട്ട് വരാം. നമ്മളിതേ റെഡി ആയിരിക്കുകയാണ്. ഇത് സിമ്പിളായിട്ടൊരു ടോപ്പാണ്. ഇത് മാക്സിന്ന് വാങ്ങിച്ച കേട്ടോ. പിന്നെ മുടി ഇതേ ഇങ്ങനെ മുകളിൽ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ റിവ്യൂ എന്തായാലും വരുന്നതായിരിക്കും. നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. കണ്ണെഴുതിയിട്ടുണ്ട്, ചെയിൻ ഇട്ടിട്ടുണ്ട്, മാല ഇട്ടിട്ടുണ്ട്, കുഞ്ഞി കമ്മലിട്ടിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഡ്രസ്സ് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഡ്രസ്സാണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അച്ഛൻ്റെ വീട്ടിൽ പോകണം. അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് കാണാം. അപ്പച്ചിയുടെ വീട്ടിലാണ്. ഇവിടെ എത്തി. ഞാൻ എൻ്റെ ഓണക്കോടിയായിട്ട് ഇട്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം. അപ്പം ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോവാണ്. എൻ്റെ കഴിച്ചിട്ട് കാണാം.
ആ പിങ്ക് സാരി ഉടുത്തതാണ് എൻ്റെ വലിയപ്പച്ചി. സൈഡിലിരിക്കുന്ന ആ ഒരു ബ്രൗൺ കളർ സാരിയാണ് എൻ്റെ കൊച്ചപ്പച്ചി. പിന്നെ അപ്പുറത്ത് ദേ കണ്ടോ, അവിടെ ആ നീല കളർ സാരി ഉടുത്തതാണ് എൻ്റെ അമ്മ. വിളമ്പുന്നതാണ് അച്ഛൻ. പിന്നെ കൈ കണ്ടോ, അതെൻ്റെ അനിയത്തിയാണ്. അനിയത്തി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പം നമുക്കിന്ന് കഴിക്കാൻ പുലാവും ചിക്കൻ കറിയാണ്. അടിപൊളി പുലാവും ചിക്കൻ കറിയാണ്. അപ്പോൾ എന്തുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കഴിച്ചിട്ടൊക്കെ വരാം കേട്ടോ. അല്ല, അത്ര വണ്ടിയൊന്നും അല്ല ഞങ്ങളെ. മധുരം നാരങ്ങ, നാരങ്ങ, ആപ്പിള് അല്ല, ഒന്നാമത്തെ ആദ്യത്തെ മാങ്ങ ഇപ്പോഴത്തെ ആദ്യത്തെ മാങ്ങ അപ്പം നമ്മൾ ദേ ഇവിടെ അന്താക്ഷരി കളിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് പറയണം തോന്നിയൊരു കാര്യം, നമ്മൾ ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ പോകുമ്പോൾ ഫാമിലീസൊക്കെ ഒന്നിച്ചിരിക്കുമ്പോൾ ഇതുപോലെയുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. നമുക്കപ്പോൾ മനസ്സിലാവും ഇങ്ങനെയുള്ള മൊമെൻറ്റ്സാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ടത്. കാരണം അത് ഒരു ലൈഫ് ലോങ് മെമ്മറിയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു കുഞ്ഞോണമാണ് ഞാനിപ്പോൾ കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ഓണം ആശംസിക്കുകയാണ്. അടുത്ത വർഷം നമുക്ക് ഇതിലും നന്നായി ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.